നമസ്കാരം. വളരെ നാളുകൾക്ക് ശേഷം മനോഹരമായ ഒരു സിനിമ ഇന്ന് കാണുകയുണ്ടായി. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ അഭിനയിച്ച തുടരും എന്ന ചിത്രം. കഴിഞ്ഞ കുറേ നാളുകളായി മോഹൻലാലിൻ്റെ പല ചിത്രങ്ങളിലും നമുക്ക് നമ്മുടെ പഴയ ലാലേട്ടനെ നഷ്ടപ്പെട്ടതുപോലെ തോന്നിയിരുന്നു. ഇത് ഒരു ഗംഭീര തിരിച്ചുവരവെന്ന് പറയാം. ഈ സിനിമയുടെ കഥ തന്നെയാണ് അതിനെ വ്യത്യസ്തമാക്കുന്നത്. ചെറിയ ഒരു കുടുംബചിത്രമായി തുടങ്ങി ഒരു ത്രില്ലർ മൂഡിലേക്ക് കൊണ്ടുപോകുന്ന മനോഹരമായ സിനിമ അനുഭവം. ചെറിയ വേഷങ്ങൾ ചെയ്ത ആളുകൾ വരെ വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. പഴയ സിനിമയെ അനുസ്മരിപ്പിക്കുന്ന വിധമുള്ള മനോഹരമായ ഗാനങ്ങൾ, തരുൺ മൂർത്തിയുടെ കഥ പറയുന്ന ശൈലി, വളരെ ഗംഭീരമായ രീതിയിൽ ഈ സിനിമ അവർ അവതരിപ്പിച്ചിരിക്കുന്നു. അടുത്തിടെ ഇറങ്ങിയ പല സിനിമകൾക്ക് നൽകിയ പ്രചരണങ്ങളും ഹൈപ്പും ഒന്നും ഈ സിനിമയ്ക്ക് കണ്ടില്ല. പക്ഷെ തീർച്ചയായും ഇതൊരു ഗംഭീര വിജയമായിരിക്കും. നടനവിസ്മയമായ മോഹൻലാലിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇതിലെ ഓരോ നിമിഷങ്ങളും വളരെ ഗംഭീരമായ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ലാലേട്ടൻ കരയുമ്പോൾ ഒപ്പം നമ്മളും അറിയാതെ കരയുന്നതായി തോന്നും. മാസും ക്ലാസും എല്ലാം ചേർന്ന ഒരു ഗംഭീര സിനിമ അനുഭവം തന്നെ. സിനിമ നിരൂപണമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ സിനിമയെക്കുറിച്ച് നിരവധി ആളുകൾ നിരൂപണം പറയുന്നുണ്ട്. ഈ സിനിമയിൽ എന്നെ ഏറെ ആകർഷിച്ചത് നടനവൈഭവമായ ലാലേട്ടനൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ സിയയുടെ വേഷം അവതരിപ്പിച്ച ആ നടനെയാണ്. സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഞാൻ ആദ്യം ചെയ്തതും അദ്ദേഹത്തിൻ്റെ പേര് ഇൻ്റർനെറ്റിൽ പരതുകയായിരുന്നു. ഇൻ്റർനെറ്റിൽ നിന്നും എനിക്ക് അറിയാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ പേര് പ്രകാശ് വർമ്മ എന്നാണ്. അദ്ദേഹം ഒരു ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവാണ്. അദ്ദേഹം നിരവധി ജനപ്രിയ പരസ്യ ക്യാമ്പയിനുകൾ സംവിധാനം ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ഇതിൽ കാണാൻ കഴിഞ്ഞു. വോഡാഫോണിൻ്റെ പ്രശസ്തമായ സൂസൂസ് പോലെയുള്ള പരസ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വിജയകരമായ ടെലിവിഷൻ പരസ്യ നിർമ്മാണ സ്ഥാപനങ്ങളിലൊന്നായ നിർവാണ ഫിലിംസിൻ്റെ തലവനുമാണ് വർമ്മ എന്ന് ഇതിൽ കാണാൻ സാധിച്ചു. പ്രിയ പ്രകാശ് വർമ്മ, നിങ്ങളൊരു സംഭവമാണ്. ഈ സിനിമയിലെ നിങ്ങളുടെ ഓരോ ചലനങ്ങളും ഓരോ നോട്ടങ്ങളും എല്ലാം വളരെ ഗംഭീരമായിട്ട് എനിക്ക് തോന്നി. മലയാള ചലച്ചിത്ര മേഖലയ്ക്കും ഞങ്ങൾക്കും നിങ്ങളെ ഇനിയും വേണം. നിങ്ങളിൽ നിന്നും ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങൾ ഞങ്ങൾക്ക് ഇനിയും കാണാൻ സാധിക്കണം. തുടരുമെന്ന ചിത്രത്തിൽ എന്നെ ഏറെ ആകർഷിച്ചതും പ്രകാശ് വർമ്മയുടെ അഭിനയമായിരുന്നു. അദ്ദേഹത്തിന് ശബ്ദം കൊടുത്തത് അദ്ദേഹമാണോ അതോ മറ്റാരെങ്കിലുമാണോ എന്നെനിക്കറിയില്ല. ഗംഭീരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിനും അദ്ദേഹത്തിൻ്റെ രൂപത്തിനും ഭാവത്തിനും എല്ലാം ചേരുന്ന മനോഹരമായ രീതിയിൽ ശബ്ദവും കൊടുത്തിരിക്കുന്നു. തുടരുമെന്ന ചിത്രം തീർച്ചയായും പ്രകാശ് വർമ്മയുടെയും കൂടെയാണ്. എല്ലാ പ്രേക്ഷകർക്കും കുടുംബസമേതം കാണാൻ പറ്റിയ മനോഹരമായ ഒരു ചിത്രമൊരുക്കിയ തുടരും എന്ന ചിത്രത്തിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും ഒപ്പം പ്രിയ ലാലേട്ടനും പ്രകാശ് വർമ്മയ്ക്കും അഭിനന്ദനങ്ങൾ.